സർക്കാരിന്റെ സിനിമാ കോൺക്ലേവിൽ പങ്കെടുക്കുമെന്ന് താരസംഘടനയായ AMMA നയരൂപീകരണത്തിൽ നിലപാട് വ്യക്തമാക്കും. ഇതര സിനിമാ സംഘടനകളിലെ ആരോപണ വിധേയരായവരെ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെടും. പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് സംഘടനയുടെ വിലയിരുത്തൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ AMMAയിൽ ഭിന്നത രൂക്ഷമാവുകയാണ്. റിപ്പോർട്ടിൽ പ്രതികരണം വൈകിയതിലും ആരോപണ വിധേയരെ തള്ളിപ്പറയാത്തതിലും കടുത്ത അമർഷത്തിലാണ് സംഘടനയിലെ ഒരു വിഭാഗം. അതേസമയം AMMAയിൽ ഭിന്നതയില്ലെന്നും പ്രതികരിക്കാൻ വൈകിയതിൽ തനിക്ക് വ്യക്തിപരമായ വിഷമമുണ്ടെന്നും വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല പ്രതികരിച്ചു. അന്ന് ഈ റിപ്പോർട്ട് വന്നപ്പോൾ ആദ്യം പ്രതികരിക്കണം എന്ന് പറഞ്ഞ അമ്മയിലെ ആദ്യത്തെ ഭാരവാഹി ഞാനാണ്. അത് ജഗദീശനോട് ചോദിച്ചാലും പറയും. ഞാൻ ആണയിട്ട് പറഞ്ഞു, നമുക്കിത് പ്രതികരിക്കണം, വിത്തിൻ മിനിറ്റ്സ് നമുക്ക് പ്രതികരിക്കണം, നമ്മൾ തെറ്റുകാരുടെ കൂടെ നിൽക്കില്ല, ഇത് നമുക്ക് ഉറക്കെ പറയാമല്ലോ. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത് തന്ന് ലാലേട്ടൻ ആദ്യം പറഞ്ഞു ശരിയാണ്, ജയൻ പറഞ്ഞു ശരിയാണ്, നമ്മൾ പ്രതികരിക്കണം. സിദ്ദിഖേട്ടനും പറഞ്ഞു അത് ശരിയാണ്, നമുക്ക് പ്രതികരിക്കണം. അപ്പം ബാക്കിയുള്ളവർ ജഗദീശേട്ടൻ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ പറഞ്ഞു നമ്മളൊന്ന് പഠിച്ചിട്ട് പറയണം, ആലോചിച്ചിട്ട് പറയണം, എടുത്തിയാടി നമ്മളിപ്പോൾ പറയരുത്. അങ്ങനെ പറഞ്ഞ ആൾക്കാരാണ് അവരെല്ലാവരും. പിറ്റേ ദിവസവും 20-ാം തീയതി രാവിലെ ഞാൻ പറയുന്നു ഇനിയും വൈകുകയാണ്, ഇത് വൈകിക്കാൻ പാടില്ല, അമ്മയുടെ സ്റ്റാൻഡ് പറയണം, സിനിമയെ സംബന്ധിച്ച് വിഷയമാകും, ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് വിഷയമാകുമ്പോൾ നമ്മൾ വൈകിക്കരുത്, അത് കുഴപ്പമാണെന്ന് പറഞ്ഞപ്പോഴും അന്നും അത് തണുപ്പിച്ചു. അതിൽ എനിക്ക് അമർഷമുണ്ട്. ഭിന്നസ്വരമല്ല, പക്ഷേ ഈ പറയുന്ന പോലെ കേട്ടു വന്നപ്പോൾ അത് ഭിന്നസ്വരമായിട്ട് ഫീൽ ചെയ്തതാണ് സത്യത്തിൽ. അല്ലാതെ ഭിന്നസ്വരം അമ്മയ്ക്കകത്ത് ഒരു കാര്യമേ ഉള്ളൂ, ഒറ്റ വാക്കിൽ പറയാം, അമ്മ ഇരയോടൊപ്പം തന്നെ. രാവിലെ തൊട്ട് ഞാൻ പറയുന്നത്. അല്ലമീൻ ചേരുന്നു നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന്. അല്ലമീൻ, ഇന്നലെ AMMAയുടെ ഭാരവാഹികൾ ജയൻ ചേർത്തല അടക്കം 5 പേരിരുന്ന് നടത്തിയ വാർത്താ സമ്മേളനം കണ്ടവരാണ് നമ്മൾ. അതിനുശേഷം ജഗദീഷിന്റെ വാക്കുകൾ കേട്ടവരാണ് നമ്മൾ. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി AMMAയിലെ അംഗവും ഒപ്പം മുൻ ഭാരവാഹിയുമൊക്കെയായിരുന്ന MLA കൂടിയായ M മുകേഷിന്റെ പ്രതികരണവും നമ്മൾ കണ്ടു. കോൺക്ലേവിനൊപ്പം സഹകരിക്കുക, അതായത് സർക്കാരിനൊപ്പം നിൽക്കുക, കുറെ പേജുകളൊക്കെ മാറ്റിയൊക്കെ സഹായിച്ച ഒരു സംവിധാനം അവിടെ നമ്മൾ കാണുന്നുമുണ്ട്. ഈ കോൺക്ലേവ് എന്ന് പറയുന്നത് ആരാണ് സംഘടിപ്പിക്കുക, അതിൽ പങ്കാളികളാകുന്നത് ആരൊക്കെയാണ്, വേട്ടക്കാർ ആരൊക്കെയാണെന്ന് എക്സ്പോസ് ചെയ്യപ്പെടാതെ നടക്കുന്ന ഒരു കോൺക്ലേവിനോട് പൂർണ്ണാർത്ഥത്തിൽ AMMAയിലെ എല്ലാ അംഗങ്ങൾക്കും അതിനോട് താല്പര്യമുണ്ടോ? എന്തൊക്കെയാണ് ഇപ്പോൾ AMMAയിൽ നിന്ന് ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ? ഈ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് സർക്കാരാണ്. ആ കോൺക്ലേവിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ഒരു ബന്ധവുമില്ല. മറിച്ച് സിനിമാ മേഖലയുടെ ഒരു നവീകരണവും അതുപോലെ തന്നെ സിനിമാ മേഖലയിലെ ഒരു ഊർജ്ജവും മടക്കിക്കൊണ്ടുവരുന്നതിനോ അല്ലെങ്കിൽ അത് ഉയർത്തുന്നതിനോ വേണ്ടി നടത്തുന്ന ഒരു കോൺക്ലേവ് ആയിട്ടാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു കോൺക്ലേവിൽ നിന്ന് മാറി നിൽക്കുന്നത് ശരിയല്ല എന്നൊരു സന്ദേശമാണ്, ഒരു നിലപാടാണ് അമ്മയിൽ AMMAയിൽ ഒരു വിഭാഗം കൈക്കൊള്ളുന്നത്. എന്ന് മാത്രമല്ല, കൃത്യമായ കോൺക്ലേവിൽ പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ നിലപാട് നയരൂപീകരണത്തിന്, സിനിമാ മേഖലയിൽ നടപ്പാക്കേണ്ട നയരൂപീകരണത്തിൽ കൃത്യമായ തങ്ങളുടെ സംഭാവന അതിൽ നൽകണമെന്നുള്ളതാണ് AMMA ഇപ്പോൾ ഔദ്യോഗികമായി തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ആ സംഘടനയിലെ അംഗങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടിനെതിരെ രംഗത്ത് വന്നിട്ടുള്ള പലരും പറയുന്നത് അതിനോട് സഹകരിക്കില്ല. അങ്ങനെ സഹകരിക്കില്ല എന്ന് പറയാൻ അവർ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്, ഈ പറഞ്ഞതുപോലെ സർക്കാരാണ് അതിന്റെ സംഘാടകരെങ്കിലും സ്വാഭാവികമായും സിനിമാ മേഖലയിലെ, സിനിമാ രംഗത്തെ സംഘടനകളിലെ പ്രമുഖരെ, പ്രബലരെ ഉൾപ്പെടുത്തി അവരെ മുന്നിൽ നിർത്തിയായിരിക്കും ഈ കോൺക്ലേവ് സംഘടിപ്പിക്കുക എന്നുള്ളത് സംശയമില്ല. അങ്ങനെ മുന്നിൽ നിർത്താൻ പോകുന്ന, മുന്നിലേക്ക് വരേണ്ടവരായ പല ആളുകളും ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുന്നവരാണ്. അങ്ങനെ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് ഒരു പ്രഹസനമായി തന്നെയാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് പലരും പ്രഖ്യാപിക്കുന്നു. പക്ഷേ AMMA ഔദ്യോഗികമായി എടുത്തിരിക്കുന്ന നിലപാട് അതിനോട് സഹകരിക്കുക, സഹകരിച്ചില്ലെങ്കിൽ അത് മറ്റൊരു സന്ദേശം നൽകും. അതിനോട് സഹകരിച്ച് സിനിമാ രംഗത്തെ നവീകരണത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നയരൂപീകരണത്തിൽ പങ്കുവയ്ക്കുക എന്നുള്ള നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ മാത്രമല്ല സുജിയ, കോൺക്ലേവിൽ പങ്കെടുക്കുന്നതുമായി അക്കാര്യത്തിൽ മാത്രമല്ല, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിലും അത് പിടിച്ചുവെക്കപ്പെട്ടതിലും അതിൽ ചില പേജുകൾ ഒഴിവാക്കപ്പെട്ടതിലും പിന്നീട് അതിന്റെ കണ്ടന്റ് ഉള്ളടക്കം പുറത്തു വന്നിട്ടും സ്വീകരിക്കുന്ന നിലപാടിലുമൊക്കെ വലിയ ഭിന്നത സംഘടനയ്ക്കുള്ളിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ തന്നെ ഗതികെട്ടാണ് സംഘടന ഔദ്യോഗികമായ ഒരു പ്രതികരണം നടത്തിയത്. അത് തന്നെ പാളിപ്പോകുന്ന ഒരു സാഹചര്യം കാണുകയും ചെയ്തു. അതിന് പിന്നാലെ അതിന് വിഭിന്നമായി തന്നെ പല സ്വരങ്ങൾ ഉയർത്തിക്കൊണ്ട് കമ്മിറ്റിയിലെ അംഗങ്ങൾ, ഭാരവാഹികൾ, ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ തന്നെ രംഗത്തേക്ക് വരികയും ചെയ്തു. ഒരു ഭിന്നതയും ഇല്ല എന്ന് പറയുമ്പോൾ, അക്കാര്യത്തിൽ ഒരു ഭിന്നസ്വരവും ഇല്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നിലപാട് പറയാൻ വൈകി? സിനിമാ മേഖലയിലെ പ്രശ്നമാണ്, സിനിമാ രംഗത്തെ ആളുകൾക്കെതിരെയാണ് ആരോപണം. അതിൽ ആരെയും പേരെടുത്ത് ആരോപണം ഉന്നയിക്കാത്ത സാഹചര്യത്തിൽ എല്ലാവരും ആ ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് അതിലൊരു വ്യക്തത വരുത്തണമെന്ന് പലരും ചൂണ്ടിക്കാണിച്ചപ്പോഴൊക്കെ അത് പഠിച്ച് പറഞ്ഞാൽ മതി എന്നൊരു നിലപാട് സ്വീകരിച്ചത്, നീട്ടിക്കൊണ്ടുപോയത് കാര്യങ്ങൾ വഷളാക്കി എന്നൊരു അഭിപ്രായം തന്നെയാണ് നല്ലൊരു വിഭാഗത്തിലുള്ളത്. എന്ന് മാത്രമല്ല, ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അത് പുറത്തുവിടാതിരിക്കാൻ, റിപ്പോർട്ട് സർക്കാരിന് കമ്മിറ്റി സമർപ്പിച്ചതിനു ശേഷം അത് പുറത്തുവിടാതിരിക്കാൻ സ്വാഭാവികമായും സിനിമാ രംഗത്തെ ചിലരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ
എന്നുള്ളത് വ്യക്തമാണ്. അത് സിനിമാ രംഗത്തെ ഈ സംഘടനകളിലെ ആളുകൾക്ക് ഉൾപ്പെടെ അറിയുകയും ചെയ്യാം. അങ്ങനെ ഒരു സമ്മർദ്ദം ചെലുത്തി ആ റിപ്പോർട്ട് ഇതുവരെ പിടിച്ചു വെച്ചതും തെറ്റായിപ്പോയി എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. അങ്ങനെ തങ്ങൾ ഇടപെട്ടല്ല റിപ്പോർട്ട് വൈകിപ്പിച്ചതെന്ന് അവർ പറയുമെങ്കിലും അതിൽ അവരുടെ ഇടപെടൽ ഉറപ്പാണ്, സ്വാഭാവികമാണ്. കാര്യത്തിൽ ആർക്കും സംശയമില്ല, സിനിമാ രംഗത്തുള്ളവർക്ക് ഉൾപ്പെടെ അത് അംഗീകരിക്കാൻ പാടാണെങ്കിൽ പോലും. പക്ഷേ അത്തരത്തിൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷം ഇങ്ങോട്ടുള്ള ഓരോ ഘട്ടത്തിലും സ്വീകരിച്ച നിലപാടുകൾ, സമീപനങ്ങൾ അതെല്ലാം വലിയ രീതിയിൽ ദോഷം ചെയ്തു. അത് സിനിമാ മേഖലയ്ക്ക് ഒന്നാകെ കളങ്കമുണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളൊരു പൊതുവികാരം തന്നെയാണ് നല്ലൊരു വിഭാഗത്തിനുമുള്ളത്. ഇനി ഈ കോൺക്ലേവ് സംഘടിപ്പിച്ചാൽ തന്നെ അതിൽ ആരൊക്കെ പങ്കെടുക്കും, ആരൊക്കെ വിട്ടുനിൽക്കും, എന്ത് നിലപാടായിരിക്കും അവർ പറയുക, അത് സർക്കാർ അതിനൊരു സംഘാടനം ഏറ്റെടുക്കുമ്പോഴും അതിൽ സിനിമാ രംഗത്തെ ആരൊക്കെ അതിന് ചുമതലകൾ ഏൽപ്പിക്കുമെന്നുള്ളതൊക്കെ ഏറെ പ്രധാനമാണ്. ഇന്നിപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ ഉയർന്ന ആരോപണങ്ങളിലും സർക്കാർ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെതിരെയും സിനിമാ രംഗത്തു നിന്നുള്ള സംഘടനകളിൽ നിന്നുള്ള ആളുകൾ തന്നെ രംഗത്തേക്ക് വരുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു കുഴഞ്ഞുമറിഞ്ഞ ക്ലൈമാക്സിലേക്ക് സംഘടനയെ മലയാള സിനിമാ രംഗത്തെ കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരമൊരു സാഹചര്യം രൂപപ്പെടുത്തിയതിൽ ചിലർക്കെങ്കിലും പങ്കുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി വലിയ അതൃപ്തി നല്ലൊരു വിഭാഗത്തിനുണ്ട്. അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല, നടിയെ ആക്രമിക്കപ്പെട്ട സാഹചര്യം മുതൽ പല പ്രശ്നങ്ങൾ വരുമ്പോഴും അതിനോട് സംഘടനകൾ സ്വീകരിക്കുന്ന നിലപാട്, സംഘടനയിലെ പ്രമുഖർ, സിനിമയിലെ പ്രമുഖർ സ്വീകരിക്കുന്ന നിലപാടും സമീപനവും ഒക്കെ തന്നെയാണ്. അത് കഴിഞ്ഞ കുറെ നാളുകളായി നേരിയ തോതിലെങ്കിലും ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അത് കുറച്ചുകൂടിയും ആഴത്തിലും പരപ്പിലും ഇപ്പോൾ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിലേറെ പ്രധാനപ്പെട്ട ഘടകം. സുജയ.